ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മിക്സി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഈ മിക്സി അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പകലാണ് ഇപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ വേറൊരു മിക്സി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് തേങ്ങ കെട്ട് അടിച്ച് നോക്കി, പക്ഷേ കുറച്ച് മൂർച്ച കുറവ് ബ്ലേഡിന്. അപ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ബോഷ് കമ്പനീൻ്റെ മിക്സിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞു. നമുക്കത് ജാറൊക്കെ കണ്ടില്ലേ. അത് ജ്യൂസിൻ്റെ ജാറാണ്. ഇത് സെക്കൻഡ് ജാറാണ്. ഉണ്ടോ, അടിപൊളി. പിന്നെ തേർഡ് ജാർ വരുന്നത് ഇതാണ്, നമുക്ക് പൊടിക്കാനൊക്കെ ഉള്ള പറ്റിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനുള്ള ഐറ്റംസ്. ഇനി നമ്മുടെ മെയിൻ താരത്തെടുക്കാം. നമ്മുടെ മിക്സി കണ്ടില്ല, കുറേ പണ്ടത്തെ മിക്സിയൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ മിക്സി കണ്ടില്ല, നമുക്കൊരു ബോട്ടിൽ മാതിരി എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോൾ. ഞാനിതാ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ, നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ വാറണ്ടി കാർഡൊക്കെയാണ് കേട്ടോ പിന്നെ വരുന്നത്. അതേമാതിരി മിക്സി എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് കുറച്ച് ഈ പേപ്പേഴ്സിലുള്ളത്. പിന്നെ 5 വർഷത്തെ വാറണ്ടി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ബ്ലേഡ് ഉണ്ട് കേട്ടോ, അതിൽ കണ്ടില്ല, മാറ്റിയിടാനുള്ള. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സി ഒന്ന് കുടുക്കി കാണിച്ചു തരാം. ഒരു കവറിങ് ആണ് കേട്ടോ മൊത്തത്തിൽ ഇത്. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഈ ജാറൊന്ന് കാണിച്ചു തരാം. പിന്നെ മിക്സീൻ്റെ ജാറിൻ്റെ ഉള്ളിലെ ബ്ലേഡൊക്കെ ഊരിയെടുക്കാനുള്ള ഒരു നൈഫും ഉണ്ട്. പിന്നെ മിക്സീൻ്റെ മോട്ടറിൻ്റെ വാറണ്ടി വന്നിരിക്കുന്നത് 5 ഇയറാണ്. അതുപോലെ തന്നെ ഇത് 750 വാട്ട്സിൻ്റെ മിക്സിയാണ്. ഇപ്പോൾ റേറ്റ് വന്നത് 5,500 കേട്ടോ. ഇതിൻ്റെ എക്സാക്റ്റ് റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പുതിയ മിക്സി ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഓൾറെഡിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് 2 മാങ്ങ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പാല് നല്ലാക്കി തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ജ്യൂസ് അടിക്കുമ്പോൾ ഞാൻ പച്ചപ്പാൽ ഒഴിക്കാറില്ല. മാക്സിമം ഞാൻ തിളപ്പിച്ചതിന് ശേഷം ചൂടായിട്ടിട്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മിക്സി കഥ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാനിതാ മാംഗോ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. പക്ഷേ ഐസ്ക്രീം ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ആദ്യം ഒന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. കൊള്ളാട്ടോ, നല്ല മധുരമാണ് കേട്ടോ. പിന്നെ ആ തേനിൻ്റെ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം എടുത്തത് ഈ മിക്സി ആയിരുന്നു. ഇത് 4,500 ഇതിൻ്റെ ബ്ലേഡിന് കുറച്ച് മൂർച്ച കുറവാണ്. അതുകൊണ്ടാണ് ഞാനിത് മാറ്റിയിട്ട് ബോഷിൻ്റെ മിക്സി എടുത്തത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.